വേഗം തുടങ്ങിക്കൂടെ ഇവിടെ കഴിയണ പണി ഇത് ഇപ്പൊ അങ്ങനെ സമയം കളയണ്ട. എപ്പോ വിളിച്ചാൽ തന്നെയാണ് ആ അവസ്ഥ. പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. എന്നാ പൈസേന്റെ കാര്യത്തിലോ ഭയങ്കര താണേനു. ഇന്നലത്തെ കിക്ക് ഇറങ്ങിയിട്ട് ചെല്ലേ അതാ പണിക്കാരൻ മന്ദപ്പണക്ക് കുറച്ചടിക്കണേ. ജാസ്തി അടിച്ചാൽ നാളെ നിൽക്കാൻ പറ്റൂല രാവിലെ. ഞാൻ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് നയിച്ചിട്ട് ഞാൻ കുടിക്കണേ. ഞങ്ങളാരെ പൈസ ഉണ്ടല്ലോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ടേ ആ 2 തെങ്ങ് കൂടി ഉണ്ട് താഴ്ന്നു നോക്കാന്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മുകളിൽ 5-6 തെങ്ങുണ്ട്. അത് കഴിച്ചിട്ട് പോയാൽ മതി. ഞാനേ 6 മണിക്ക് വന്ന മനുഷ്യനാണ്. നിങ്ങൾ തീരുമ്പോ പണി തരാം. ഞാൻ കുപ്പിന്ന് വന്ന പൂതനല്ല. എന്നാ കൂലി ഞാൻ പോവാ. കൈ പിടിച്ചാ ഞാൻ പോവാണ്. അഞ്ചപ്പ പറ്റുകൊണ്ട് ഞാൻ നോക്കട്ടെ. എന്റെ കുട്ടികൾക്ക് ഇന്ന് ചിക്കനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത് 100 ഉലുവേ. സുബ്രേട്ടാ ഇന്നത്തെ പണിയുടെ കൂലിയായി 100 ഉലുവ. എനിക്ക് കോട്ടന അത് മതി. ബാക്കിയുള്ളത് പിന്നെ ശരിയാക്കാം. ഇത് പണിയെടുത്തു. എന്താ സാജേട്ടാ ഒന്നൊരു ചാർജ് ചെയ്യാത്ത കൂലി കിട്ടിയില്ലേ? അതൊന്നും പറയണ്ട. ഇന്നത്തെ കൂലിയാണിത് 100 ഉലുവ. നമ്മളെ സുബ്രനേട്ടൻ തന്നതേ. വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് 100 റുപ്യ ഇത്രക്ക് വെച്ചാള് തന്നെ. എന്നാ വിളിക്കാളേ. എന്താ സാബി കാര്യം? എനിക്ക് തിരക്കുണ്ട്. എന്താ കാര്യം? നിങ്ങളവിടെ നിക്ക്. എന്താ സുബ്രേട്ടാ ആ ചെങ്ങ ഇതുവരെ പണിയെടുത്തിട്ട് ആകെ 100 റുപ്യങ്ങൾ കൊടുത്തേക്കണ്. എന്താ ഓനും വേണ്ട ഒരു കുടുംബം കഴിയാ? ചെങ്ങന്മാരെ ഓന് കോട്ട അടിക്കാനുള്ള പൈസയാണ്. നിങ്ങളെ ഇടപെടേണ്ട ആവശ്യമില്ല. സുബ്രേട്ടാ നിങ്ങൾ ഇപ്പൊ എന്റെ പണിയെടുത്ത കൂലി ഇവിടുന്ന് കൊടുക്കാതെ നിങ്ങൾ ഇവിടെ തന്നെ പോകില്ലട്ടോ. ഷാഫിയ ആ പൈസ വാങ്ങിട്ടാണ് പോകലുണ്ടോ? സുബ്രേട്ടാ അങ്ങോട്ടേ പൈസ മൊബൈൽ ഇങ്ങനെ എടുത്തോളൂ. അതൊന്നും വേണ്ട. സാജേ ഈ പൈസ പിടിച്ചാ പാടത്ത് പണി പരമ്പത്ത് കൂലിയാണ്. അതേ ഇവിടെ നടക്കുള്ളൂ. നിങ്ങളെ ഈ സുഖമില്ലാത്ത ആൾക്കാർ പണിക്ക് വിളിച്ചാണ്ട് 100-200 കൊടുത്തുകാണ്ട് പറഞ്ഞേക്കാം. അതൊന്നും നടക്കൂല ഇവിടെ കേട്ടോ.